അപ്പോൾ ഈ അർജുനായെങ്കി തങ്ങളുടെ പാർട്ടിക്കാരനല്ല, തങ്ങൾ നേരത്തെ തള്ളിപ്പറഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞാലും അർജുനായെങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കുന്നവർക്കറിയാം അർജുനായെങ്കി ആരുടെ പോരാളിയാണ്, ഏത് സൈബർ പോരാളിയാണ് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ അർജുനായെങ്കി ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ഇയാളെ തൂഫാനെ പോലെ തൂക്കണം എന്ന് പറഞ്ഞ CPMൻ്റെ ഏക നേതാവാണ് EP ജയരാജൻ. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കണം എന്നുള്ള തരത്തിൽ തള്ളിപ്പറഞ്ഞു അർജുനായെങ്കി. അപ്പോൾ തന്നെ മണിക്കൂറുകൾക്കകം അർജുനായെങ്കി അതിന് മറുപടി ഇട്ടു ഫേസ്ബുക്കിൽ. എന്തെന്നറിയാമോ? എനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുമ്പ്, തള്ളിപ്പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേന ഉന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. മയിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന് പോലീസിൻ്റെ അടി കിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിൻ്റെ 1% പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുത്. EP ജയരാജന് കൊടുത്ത വാണിംഗാണ്. നിങ്ങളുടെ സൈബർ സഖാവിനെതിരെ EP ജയരാജൻ എന്ന് പറയുന്ന ഏകാംഗ പോരാളി, ഇന്ന് പാർട്ടിയിലെ ഏകാംഗ പോരാളിയാണ് അദ്ദേഹം ഇത്തരത്തിൽ അർജുനായെങ്കിയെ തള്ളിപ്പറഞ്ഞപ്പോൾ EPക്കും കൊടുത്ത ഒരു കുത്ത്. ഒരു പാർട്ടി നേതാവും EP ജയരാജനെ പറഞ്ഞാൽ നീ അനുഭവിക്കും, നിന്നെ പാർട്ടി നിന്ന് പുറത്താക്കും, ഇവൻ ഞങ്ങളുടെ ആളെ അല്ല എന്ന് പറഞ്ഞ് ഒരു പാർട്ടി സഖാവും വന്നില്ല, ഒരു പിണറായിയും വന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം നിങ്ങളുടെ ആളല്ല എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ശ്യാം, ഈ നാട് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നും അർജുനായെങ്കിയെ പോലെ ഉള്ള ഒരാളുടെ വിഷയങ്ങൾക്ക് മറുപടി ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതിൻ്റെ കാര്യമില്ല. അർജുനായെങ്കിയെ സംബന്ധിക്കുന്ന നിലപാട് നേരത്തെ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഉയർന്നു വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPIM വ്യക്തമാക്കിയതാണ്. CPIM വ്യക്തമാക്കിയതെന്ന് പറയുമ്പോൾ CPIMൻ്റെ ഭരണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ CPIM കേരളം ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം നടത്തിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള നടപടികളുമായി ബന്ധപ്പെട്ട്, കേസുകളുമായി ബന്ധപ്പെട്ട് നിയമ നടപടി അദ്ദേഹം നേരിടേണ്ടി വന്നത്. പിന്നീട് ഒരു ഘട്ടത്തിലും CPIMമോ അദ്ദേഹവും തമ്മിൽ ബന്ധം പുലർത്തുവാനോ CPIMന് അദ്ദേഹത്തിൻ്റെ സംരക്ഷണമോ അനുഭാവമോ ലഭിക്കുവാനോ ഇടവന്നിട്ടില്ല. എന്നാൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് കേട്ട് എനിക്ക് ആശ്ചര്യം തോന്നി. വൈഫൈ കോളിംഗ് പഠിച്ചത് CPIMൻ്റെ ഭാഗമായി നിന്നതുകൊണ്ടാണെന്ന്. ഈ വൈഫൈ കോളിങ്ങും അദ്ദേഹത്തിന് ടെക്നിക്കലായി അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ IP അഡ്രസ്സ് മാറ്റി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതുമൊക്കെ CPIMൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പഠിച്ചതാണെന്ന്. CPIMൽ ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. ആ അംഗങ്ങളിൽ ആർക്കെങ്കിലും CPIMൻ്റെ സംഘടനാ രീതിയോ രാഷ്ട്രീയപരമായോ യോജിക്കാത്ത നിലയിലുള്ള പെരുമാറ്റം കണ്ടാൽ ഞങ്ങൾ അന്നേരെ പാർട്ടി തീരുമാനിച്ച് നടപടിയെടുക്കും. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ആ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭ്രൂണഹത്യ പഠിപ്പിക്കുന്ന ഇടമാണോ കോൺഗ്രസ്? ഭ്രൂണഹത്യ പഠിപ്പിക്കുന്ന ഇടമാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് അവരെ വഞ്ചിച്ച് അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് കടന്നു കളയുന്നത് എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണോ കോൺഗ്രസ്? കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിങ്ങളുടെ ടിക്കറ്റിൽ കേരള നിയമസഭയിലേക്ക് എത്തിയ ഒരാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളാണിത്. അയാൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനൽ പശ്ചാത്തലവും ഈ ക്രിമിനൽ ബന്ധങ്ങളും ഈ ക്രിമിനൽ ആക്ടിവിറ്റികളും പഠിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ ഒരു വാദത്തിന് വേണ്ടി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ TG മോഹൻദാസുമായി ബന്ധപ്പെട്ട് അവതാരകൻ സൂചിപ്പിച്ചു. TG മോഹൻദാസ് പറഞ്ഞത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭകാരികളെ സംബന്ധിച്ച് ഈ ചാനൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിന് പോലും വലിയ എതിർപ്പില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കാര്യം ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭം സൃഷ്ടിച്ചൊരു ഇമ്പാക്റ്റ് നല്ലവണ്ണം മനസ്സിലാക്കിയപ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി നിൽക്കുന്നവർ പോലും ഈ പ്രക്ഷോഭത്തെ അംഗീകരിക്കുമ്പോൾ അവരെ കൂടി കേൾക്കേണ്ടതാണെന്ന് RSSൻ്റെ അധ്യക്ഷൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ആ സമയത്ത് TG മോഹൻദാസിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞത്, എനിക്ക് ഈ സാഹചര്യത്തിൽ കിട്ടിയാൽ 4 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ 3 തവണ മൈക്കിൽ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഡൽഹി ബലാത്സംഗം കൂട്ട ബലാത്സംഗമായി നടക്കും.
അതിന് പരാതി ഉണ്ടാകില്ല. ഈ സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഈ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ ഇത്ര ക്രൂരമായി ആക്ഷേപിച്ച ഒരാൾ, ഒരു ക്രിമിനൽ 11 ദിവസമായി കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വസ്ഥമായി ഉണ്ടുറങ്ങി കഴിയുകയാണ്. 3 ദിവസം കഴിഞ്ഞു ചെന്നിത്തലയുടെ പോലീസിന് അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടാൻ. 11 ദിവസം കഴിഞ്ഞു അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ. മോഡിക്ക് ഇല്ലാത്ത പ്രീതിയാണ് ബീഡിക്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഈ മോഡിക്കും ബീഡിക്കും വേണ്ടി ഒരേ സമയം പ്രവർത്തിക്കുന്ന കേരള പോലീസിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുവാൻ എന്താണ് അവർക്ക് താമസം? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ആ വീഴ്ച ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഴ്ചയെ മറയ്ക്കുവാൻ വേണ്ടി ഇവിടെ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയർന്നു വരികയും ആ വിഷയത്തെ തങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പർവ്വതീകരിച്ച് കാണിച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കേണ്ടത് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കരുതെന്നും അദ്ദേഹത്തിന് സംരക്ഷണം നൽകണമെന്നോ അദ്ദേഹം നടത്തിയ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടോ ആരെങ്കിലും രംഗത്ത് വന്നോ? പിന്നെ എന്താണ് അവിടെ ഒരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളത്? CPIഎമ്മിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. പക്ഷേ ഇങ്ങനെയല്ലല്ലോ മറ്റ് സംഭവങ്ങളിൽ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ അവരെ കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു. TG മോഹൻദാസുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരൂഹമായ ഹെലികോപ്റ്റർ യാത്രയെപ്പറ്റി, ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെ പറ്റിയൊക്കെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിറകോട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടുമായി പിന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ഗവൺമെൻറ്റിനെതിരെ വലിയ വികാരമായി ഉയർന്നു നിൽക്കുമ്പോൾ ആ വികാരങ്ങളെ എല്ലാം പ്രതിരോധിക്കുവാൻ ദുർബലമായൊരു പ്രതിരോധമായി അർജുൻ ആയങ്കി എന്ന വിഷയത്തെ എടുത്തുയർത്തുകയാണ് ഇവിടെ പോലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണകൂടം ചെയ്യുന്നത്. ഈ അർജുൻ ആയങ്കിയുടെ വിഷയം അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതോടുകൂടി കഴിഞ്ഞല്ലോ. ഇനി മറ്റുള്ള വിഷയങ്ങളിലേക്ക് നിർബന്ധിതമായി ഈ ഗവൺമെൻറ് ഉത്തരം പറയേണ്ടി വരും. ഈ ഗവൺമെൻറ്റിനെതിരായ ചോദ്യങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പിന്തുണയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾക്കും പിന്തുണയില്ല. അദ്ദേഹം CPIഎമ്മുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ ക്രിമിനലുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1 ഡസൻ ആരോപണങ്ങൾ വന്ന 1/2 ഡസൻ ആരോപണങ്ങൾക്ക് മേൽ കഴമ്പുണ്ടെന്ന് കണ്ട 3 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭ്രൂണഹത്യ അടക്കമുള്ള വലിയ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തയാൾ ഇന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെ സന്തത സഹചാരിയായി കോൺഗ്രസിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണെന്ന് അയാൾ തന്നെ ആവർത്തിച്ച് പറയുകയാണ്. അയാൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് രംഗത്ത് വരുന്നുണ്ടോ? CPIഎമ്മിനെ സംബന്ധിച്ച് ഞങ്ങൾ സഖാവ് എം പി ജയരാജനാണ് വളരെ വ്യക്തമായി ഇന്ന് പറഞ്ഞത്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് ജയരാജൻ മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. DYFI വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. DYFI ആ മേഖലകളിൽ ജാഥ നടത്തി DYFIയുടെ രാഷ്ട്രീയം അണികളോടും പൊതുസമൂഹത്തോടും വിശദീകരിച്ചിട്ടുണ്ട്. ആ ജാഥയ്ക്ക് നേരെ വരെ ഇത്തരം ആളുകളുടെ ഒരു എതിർപ്പുയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെ ഞങ്ങൾ നേരിട്ടു. ആ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമായി പൊതുജനങ്ങളോട് പറഞ്ഞു. ആ വിഷയം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞതാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയതായി എന്തെങ്കിലും ഈ ഒരു അർജുൻ ആയങ്കി ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാണിക്കാനല്ല. പക്ഷേ എന്തുകൊണ്ട് അർജുൻ ആയങ്കിയെ CPIയുമായി ചേർത്ത് പറയുന്നു? അത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ഒരു തന്ത്രമാണ്. കാര്യം ഇതിനൊരു വാർത്താ ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ, ഒരു വാർത്താ പ്രാധാന്യം വരണമെങ്കിൽ CPIഎമ്മുമായി ബന്ധപ്പെടുത്തണം. CPIഎമ്മുമായി ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമേ അപ്പോൾ CPIഎമ്മുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഇടരുതെന്ന് കർശനമായി പറയണം. CPIഎമ്മിനെ പോലെ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇടാൻ നീ ആര്, അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല എന്ന് കൃത്യമായി പറയാനുള്ള തൻ്റെ ഇടം CPIഎമ്മിന് വേണ്ടേ? അതോ CPIഎം ഈ പറഞ്ഞ ആയങ്കിയുടെ മുമ്പിൽ CPIഎം വിറയ്ക്കുന്നു? എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ, ഞാൻ ചാർജ് ചെയ്യുന്ന പാക്ക്, എനിക്ക് എന്ത് പോസ്റ്റ് ഇടണമെന്ന് മറ്റൊരാൾ പറയുന്നതനുസരിച്ച് ഞാൻ കേൾക്കണമെന്നുണ്ടോ? അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ദിവസം പ്രസ്താവന ഇറക്കാൻ പറ്റുമോ? CPIഎമ്മിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? CPIഎമ്മിന് ചെയ്യാൻ കഴിയുന്നത് CPIഎമ്മുമായി ഒരു ബന്ധവുമില്ല. CPIഎമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംഘടനാ നടപടിയെടുക്കുന്നു.
ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് CPM ഇദ്ദേഹത്തിന് നെ ഒരു പോലെ ബന്ധവുമില്ലെന്ന് രാഷ്ട്രീയ ഞങ്ങൾ പാർട്ടിയുടെ വ്യക്തമായി പേരും പറയുന്നു. പറഞ്ഞ് ഞങ്ങൾ ശ്യാമിന് ഇത് വ്യക്തമായി കൃത്യമായിട്ട് അറിയാം. പറയുന്നതിനപ്പുറത്തേക്ക് ഇനി ശ്യാമിന് എന്ത് ഇത് വേണമെന്നാണ്? കൃത്യമായിട്ട് അറിയാം. CPM നെ പോലെ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് അങ്ങനെ വഴിയെ പോകുന്ന ക്രിമിനലുകൾക്കെല്ലാം പോസ്റ്റ് ഇടാൻ പറ്റുമോ? അവരെ ഒന്നും ഞങ്ങളുടെ ആളല്ല എന്ന് ചാനൽ ചർച്ചയിൽ മാത്രം പറഞ്ഞാൽ മതിയോ? അവരെ തള്ളിപ്പറയാനുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്?